എന്നാൽ നമുക്ക് സീക്രട്ട് വായിക്കാം. ഓക്കെ. ഒരുപാട് മെയിൽ എനിക്ക് വരുന്ന കാരണം ഞാൻ എൻ്റെ സീക്രട്ട് അയക്കാനുള്ള മെയിൽ വീഡിയോയിൽ കാണിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. എവിടെ അയക്കണ്ടേ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ ഈ മെയിലിൽ നിങ്ങൾ അയച്ചാൽ മതി, ഞാൻ വായിക്കും. ആദ്യത്തെ സീക്രട്ട്. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. എൻ്റെ പാരൻസ് 11 ഇയേഴ്സ് കേസിലാണ്. ആൻഡ് ഐ ആം 12 ഇയേഴ്സ് ഓൾഡ്. ഐ ലിവ് വിത്ത് മൈ മദർ. എൻ്റെ 11ാം വയസ്സിൽ ദേ ഡിവോഴ്സ്ഡ്. സോ സിംഗിൾ പാരൻ്റ് ആയിരുന്നു ഇത്രയും കാലം. മദർ ഫാം കട്ട സപ്പോർട്ടായിരുന്നു ടു മീ ആൻഡ് മൈ മോം. എന്നെ ആവശ്യമില്ലാതെ തന്നെ ഓരോന്ന് പറഞ്ഞ് അടിക്കും. മോം വൺസ് എ ഡേ എനിക്ക് 3 ബീറ്റ്സ് കിട്ടാറുണ്ട്. സോ ഈ മെയ് 1 മദർ എന്ന മോൺസ്റ്ററിൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. നൗ സ്റ്റെപ്പ് ഡാഡ് കുഴപ്പമില്ലാത്ത ആളാണ്. മാരേജിന് മുമ്പേ ഞാൻ 2 times സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ബിക്കോസ് ഷീ വാസ് സോ ക്രൂവൽ. ഐ കാൺ ടൈപ്പ് ഇറ്റ് സോ ഫാർ. ഷീ ഓൾവേസ് കോൾ മീ യൂസ്ലെസ്, ഓൾവേസ് കമ്പയർ മീ വിത്ത് അതേഴ്സ്. എന്നെ എപ്പോഴും ആനിമൽസിൻ്റെ നെയിമാണ് വിളിക്കുക, ലൈക്ക് ഡോഗ്, ഡോങ്കി. ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ വിടാം, അതർവൈസ് ഷീ വിൽ ഫൈൻഡ് ഔട്ട്. വെയിറ്റ്, ഐ എം ടെലിങ് യു ദിസ് ബിക്കോസ് ഐ ഓൾവേസ് സോ യു ആസ് മൈ സിസ്. Sis, please reply me fast as you could. I will reply you as fast as I can. Hello. അടുത്ത സീക്രട്ട്. ഹായ് വാ, എൻ്റെ ഫാമിലിയിൽ 3 girls ആണ് ആൻഡ് ഐ ആം ദ മിഡിൽ വൺ. ഗേൾ സെയിം. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് മദ്രസയിലെ ഉസ്താദ് എൻ്റെയും എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെയും പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുമായിരുന്നു. ആ ടൈമിൽ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. വൺ ഡേ എൻ്റെ കസിൻ വീട്ടിലിത് പറഞ്ഞു. എന്നിട്ട് അവൾ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു ഞാൻ ഉസ്താദിൻ്റെ ഫോണിൽ ഞാൻ ഗെയിം കളിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അത് കേട്ട എൻ്റെ ഉമ്മ എന്നോട് ചൂടായി, എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ കാരണമാണ് ഉസ്താദ് അങ്ങനെ ചെയ്തത്, ഞാൻ ഉസ്താദിനെ വശീകരിച്ചു എന്നുള്ള രീതിയിൽ. അത് കേട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതിനുശേഷം എനിക്ക് കുറേ സെക്ഷൽ അബ്യൂസസ് ഉണ്ട്. അതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ബിക്കോസ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോഴും എന്നെ ബ്ലെയിം ചെയ്തിട്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവന് സങ്കടം. അവൻ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ സംസാരിക്കാം, നീ ഇങ്ങനെ ആയാൽ പ്രോബ്ലം വലുതാകുമെന്ന്. ബട്ട് ആ ടൈമിൽ ഞാൻ 8th എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം അവനായിരുന്നു. അവൻ മാത്രം എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. എപ്പോഴും എൻ്റെ ഫാമിലിയിലെ കസിൻസ് അവനോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്. ടെൻഷൻ അടിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിലില്ല. ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ ആരും ഒന്നിനും വരില്ലല്ലോ എന്നോർത്താണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പെട്ടെന്നൊരു കല്യാണം നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. വെറും കല്യാണമല്ല, ഒരു നല്ല ഹെൽത്തി കല്യാണം ആയിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കുമ്പോൾ അതിലും വലിയ പ്രശ്നമാകാൻ പാടില്ലല്ലോ. അതായത് നല്ലൊരു പാർട്ട്ണർ വേണമല്ലോ. കൂടുതൽ ആൾക്കാർ വിചാരിക്കും എൻ്റെ പാർട്ട്ണർ അടിപൊളിയാണ്, നല്ലതാണെന്നൊക്കെ. പക്ഷേ പിന്നെയാണ് നമുക്ക് സ്വഭാവം മനസ്സിലാവുള്ളൂ. പിന്നെയാണ് നമുക്ക് മനസ്സിലായാലും നമുക്ക് ആ റിലേഷൻഷിപ്പിന് ഇറങ്ങാനൊന്നും പറ്റാതെ സഹിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഹെൽത്തി, ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല പാർട്ട്ണറെ കിട്ടാൻ നമുക്കെല്ലാവർക്കും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചി ഇത് വായിക്കുമ്പോഴത്തേക്കും എനിക്ക് വയസ്സാകും. അതുപോലെ ചേച്ചിക്ക് സീക്രട്ട് വായിക്കാനുണ്ടെന്ന് എനിക്കറിയാം. +2 പഠിക്കുന്ന ടൈമിൽ ആയപ്പോഴാണ് ഞാൻ എല്ലാവരോടും മിങ്കിളായത്, വർത്താനം പറയാൻ തുടങ്ങിയത്. അന്നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ ലവറുമായിട്ട് ഫ്രണ്ട്ലിയായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യായിരുന്നു. ആ ടൈമിൽ അവന് മാർവൽ മൂവീസിൻ്റെ എഡിറ്റ് സ്റ്റോറി ഇടായിരുന്നു. അങ്ങനെ ഒരു വട്ടം അവനിട്ടതിന് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ അവൻ ചോദിച്ചു നിനക്ക് മാർവലൊക്കെ അറിയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാർവലിൻ്റെ കട്ട ഫാനാണെന്ന്. അതിനുശേഷം അവൻ ഓണം എക്സാം തീരാറായ ടൈമിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ആ ഫ്രണ്ടും മാർവലിൻ്റെ കട്ട ഫാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു. ബട്ട് ഓണം വെക്കേഷൻ്റെ ടൈമിൽ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു. പിന്നെ ഞങ്ങൾ സംസാരിച്ച് നല്ല ഫ്രണ്ട്സായി. എപ്പോഴും സിനിമയുടെ കാര്യമേ ഞങ്ങൾ പറയാത്തുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് അവനോട് ക്രഷ് തോന്നി. എന്നിട്ട് അവനോട് അത് പറയാനൊക്കെ എനിക്ക് തോന്നി. ബട്ട് ഞാൻ പിന്നെയും മടിച്ചു. എൻ്റെ ഫ്രണ്ട് ഒരുത്തിക്ക് അവനെ നല്ലോണം അറിയായിരുന്നു. അങ്ങനെ അവൾ വഴി ഞാൻ അവൻ്റെ അടുത്ത് എന്നെ പറ്റിയുള്ള അവൻ്റെ അഭിപ്രായം ചോദിപ്പിച്ചു. അന്നേരം അവൻ പറഞ്ഞു അവന് എന്നോട് ക്രഷ് ഉണ്ടെന്ന്. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമായിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ലോകത്തായിരുന്നു. ബട്ട് ഞാൻ സ്കൂളിൽ നല്ലോണം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് അവൻ എന്നോട് വന്ന് ഒരിക്കലും ഇഷ്ടമാണെന്ന് പറയത്തില്ലെന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു.
അതെനിക്കൊരു വിഷമമായി. ബട്ട് എനിക്ക് സമാധാനമില്ലാതെ ഞാൻ അവനോട് ഒരു ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നേരം അവനും ഇൻസ്റ്റയിൽ കൂടി പറഞ്ഞു ഇഷ്ടമാണെന്ന്. അന്നേരം എനിക്ക് സന്തോഷം കൊണ്ട് വയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കാതെ ഇത്രയും കാണിച്ചു കൂട്ടി. ആരും അറിയാതെ അവനും ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കായിരുന്നു. കിസ് ചെയ്തിട്ടുണ്ട് ചീക്കിൽ. ലിപ് കിസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെഡി ആയിട്ടില്ല. 2 മാസം കഴിഞ്ഞ് ഞാൻ എക്സാംസ് നല്ലോണം ഉഴപ്പാൻ തുടങ്ങി. നല്ല മാർക്കില്ല. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പ്രഷറായി. എക്സാം പിറ്റേന്ന് എഴുതി തീർത്ത് അവനെ കാണാൻ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഇതെല്ലാം ചെയ്തപ്പം ഞാൻ എന്തോരം വലിയ തെറ്റാ ചെയ്യണേന്ന് തോന്നിപ്പോയി. എനിക്കാണെങ്കിൽ അവനോടുള്ള ഫീലിങ്സ് മൊത്തത്തിൽ ഇല്ലാതെയായി. അവൻ പറയണതെല്ലാം അവനെക്കുറിച്ചായിരുന്നു. നീ എനിക്ക് പറ്റിയ പെണ്ണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ എനിക്ക് പറ്റിയ ചെറുക്കനല്ല അവനെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, വാലന്റൈൻസ് ഡേയുടെ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അവനോട് ബ്രേക്കപ്പ് പറഞ്ഞു. അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ അടുത്ത ദിവസം അവന് വിഷമമായി. 2-3 ദിവസം അങ്ങനെ പോയി. പിന്നെ അവനെ വീണ്ടും കണ്ടപ്പം എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. ശരിക്കും അവന് കിസ് കൊടുത്ത സമയമെല്ലാം എനിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അട്ടർ ക്രിഞ്ചായിട്ട് തോന്നുക. ഇപ്പം അതല്ല, അവനോട് ഇപ്പം വർത്താനം പറയണത് പോലും ക്രിഞ്ചായിരിക്കുമായിരുന്നു. എനിക്കതുകൊണ്ട് ഞാൻ അവനെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ബ്ലോക്ക് ചെയ്തു. ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യിച്ചു. ഞാൻ അതിന് അവനൊരു മറുപടിയും കൊടുത്തിട്ടില്ല. അവനിപ്പം റേഡിയോളജി എന്തോ പോയെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. എന്താണേലും എനിക്ക് അവനെ ഇനി കാണണ്ടെന്നാണ്. ശരിക്കും ഓക്വേർഡ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നു. അവനോട് നല്ല ദേഷ്യവും ഉണ്ട്. സോറി ചേച്ചി, ഒരുപാട് ലോങ് ആയിപ്പോയി. ശരിക്കും എന്നെ വേദനിപ്പിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് ഞാൻ അവനായിട്ട് ഇഷ്ടത്തിലായിരുന്നെന്നല്ലാതെ ഞാൻ അവനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കണ്ടതോ അവന് കിസ് ചെയ്തതോ ഒന്നും അറിയില്ല. അറിഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നെ വേറെ കണ്ണിൽ കൂടി കാണും. ശരിക്കും ഞാൻ +1 +2 കാലം വെറുക്കുന്നുണ്ട്. അവനില്ലായിരുന്നേ +1 +2 ലൈഫ് എന്ത് സൂപ്പറായിരുന്നേനെ. അടുത്ത സീക്രട്ട്. ഒരു കഥനകഥയാണ്, വായിച്ച് കരയരുത്. ടിയേഴ്സ് ഓൾവേസ് പ്രഷ്യസ്. എനിക്കൊന്ന് കരയാൻ നല്ല ആഗ്രഹം. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. 1 ഇയർ മുന്നേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കൊരു ഗേളിനെ പരിചയപ്പെട്ടു. ഹർ നെയിം ഈസ് എ. ഞാൻ അവളെ ബുബു എന്നാണ് വിളിക്കുന്നത്. പരിചയപ്പെടുന്ന ടൈമിൽ അവൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ടൈം ആയിരുന്നു. സോ അവൾക്ക് ഞാൻ എൻ്റെ ഷോൾഡർ കൊടുത്തു. അവൾക്ക് നല്ല കമ്പനി കൊടുത്തു. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടായി. ആ ഫ്രണ്ട്ഷിപ്പ് പതിയെ വോയിസ് കോളിൽ നിന്ന് വീഡിയോ കോളിലേക്ക് മാറി. ആ ഒരു ടൈമിൽ അവൾക്ക് വേറെ ഒരു പയ്യനോട് ക്രഷ് തോന്നി. കുറേ നാൾ എന്നെ അവോയ്ഡ് ആക്കി. മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. എനിക്ക് നല്ല പോലെ അവളെ മിസ് ചെയ്യുമായിരുന്നു. ബിക്കോസ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 2 മന്ത് ഗ്യാപ്പിന് ശേഷം അവൾ വീണ്ടും വന്നു. ഞാൻ മിണ്ടിയില്ലെങ്കിലും ഇടയ്ക്ക് അവൾ ഇങ്ങനെ മെസ്സേജാക്കി കുത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല പോലെ ക്ലോസ് ആയി. റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. വി ഡു ഓൾ തിങ്സ് ടുഗെദർ. ഫുഡ് കഴിക്കുന്നത്, ഉറങ്ങുന്നത് വരെ. ഐ തിങ്ക് ദാറ്റ്സ് റിലേഷൻഷിപ്പ്. ഓൺ കോളിൽ മൂവി പോലും ഒരുമിച്ച് കാണും. ഓൺ കോളിൽ 1, 2, 3 സ്റ്റാർട്ട് പറഞ്ഞ് ഒരുമിച്ച് പ്ലേ ആക്കി കാണും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ. അതൊക്കെ എന്ത് കഷ്ടമല്ലേ. ഇപ്പം നമുക്ക് ഒരു മൂവി സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരും സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ഒരു ബോറ് പാട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണണ്ടേ. ഈ ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ അടിച്ച് കളയണമെങ്കിൽ ബുദ്ധിമുട്ട്. നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ കോളിൽ മൂവി കാണുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ നല്ല പോലെ അടുത്തു. അവളില്ലാണ്ട് പറ്റില്ല എന്ന സിറ്റുവേഷൻ വരെ എത്തി. എല്ലാ രീതിയിലും ഞങ്ങൾ അടുത്തു. എനിക്ക് അവളെ എന്തൊക്കെ ചെയ്ത് ഹാപ്പി ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഹാപ്പി ആക്കിക്കൊണ്ടേയിരുന്നു. ബട്ട് ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ബിക്കോസ് അവൾ തന്നെ പറയും അവൾക്ക് പെട്ടെന്ന് മറക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ. ഞാൻ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് നിന്നു. കുറേ അടി കൂടും, വീണ്ടും ചേരും. ശരിക്കും അവളോട് എനിക്കൊരു അഡിക്ഷൻ വന്നു. അവൾ എന്നെ വിളിക്കാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകും, ഇടയ്ക്ക് എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നല്ല വിഷമം, ദേഷ്യം എല്ലാം കൂടെയുള്ളൊരു ഫീൽ വരും. ആ ടോപ്പിക് വെച്ച് വഴക്കിടും. നെക്സ്റ്റ് ഡേ ഞാൻ തന്നെ ചെന്ന് സോറി പറഞ്ഞ് കൊണ്ടുവരും, ഒരു നാണവും ഇല്ലാണ്ട്. ഇഫ് അത് അവളുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ ചെന്ന് സോറി പറയും. ബിക്കോസ് അത്രയ്ക്ക് ജീവനാണ് അവളെ എനിക്ക്. അവൾ വേറെ ആരോടെങ്കിലും മിണ്ടാൻ പോകുമ്പോൾ എനിക്കൊരു പേടിയാണ്, എനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. സോ അവളെ ഞാൻ മാക്സിമം ടൈം എൻ്റെ കൂടെ തന്നെ നിർത്തിക്കൊണ്ടുപോയി. അതും എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അന്ന് 10 മന്ത് ഇങ്ങനെയൊക്കെ പോയി. ലാസ്റ്റ് ജൂണിൽ ഞാൻ അവളെ മീറ്റ് ചെയ്തു. അവളുടെ പ്ലേസിൽ പോയിട്ട് വി സ്പെൻഡ് 10 ഡേയ്സ് ടുഗെദർ. ഫുഡിങ്, ഷോപ്പിംഗ്, ബൈക്ക് റൈഡ്. സച്ച് പ്രഷ്യസ് മെമ്മറീസ് ആണ് അതൊക്കെ. അവളുടെ വെക്കേഷൻ ടൈം കൂടെ ആ ടൈമിൽ ആയതുകൊണ്ട്
ഒരുമിച്ച് ട്രാവൽ ചെയ്തു ടു കേരള. നാട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് 3 days തിരക്ക് കാരണം അവളോട് മര്യാദയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മെസ്സേജ്, നൈറ്റ് വിളിക്കൽ എല്ലാം ഉണ്ടായിരുന്നു. മുന്നേ ഉള്ളതുപോലെ ഒന്നുമില്ലായിരുന്നു. ആ ടൈമിൽ അവൾ വീണ്ടും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറാൻ തുടങ്ങി. അതൊരു അഡിക്ഷനായി. ഞാൻ 10 days കഴിഞ്ഞ് തിരിച്ച് എൻ്റെ കൺട്രിയിൽ വന്നെങ്കിലും അവൾ എന്നോട് മിണ്ടുന്നത് നല്ല പോലെ കുറഞ്ഞു. ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ബിസി ആയി തുടങ്ങി. ഫ്രണ്ട്സ് ഉണ്ട്, കോൾ ഉണ്ട് എന്നൊക്കെ നൈസ്ലി ഗ്യാപ്പ് ഇടാൻ തുടങ്ങി. അതെനിക്ക് നല്ല പോലെ വിഷമമുണ്ടാക്കി. ഞാനത് അവളോടും പറഞ്ഞു. അപ്പോൾ എല്ലാം അവൾ സമാധാനിപ്പിച്ചു കൂടെ നിൽക്കും. 2 days ഒക്കെ ആകും. നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ കുറേ അവളെ മിസ് ചെയ്ത് തുടങ്ങി. അവളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ബുബു, ഐ മിസ് യു വെരി ബാഡ്ലി, പ്ലീസ് നീ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ആപ്പ് യൂസിങ് ഒക്കെ കുറയ്ക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. നല്ല വാശിക്കാരിയാണ് എൻ്റെ കുണുവാവ. വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ എന്തേലും പറയും. അത് അവൾക്ക് ഹേർട്ട് ചെയ്യാറുണ്ട്, എനിക്കറിയാം. ബട്ട് ഞാൻ ക്ഷമ ചോദിക്കും. വെരി നെക്സ്റ്റ് മൊമെൻറ്റ് റീസെൻ്റ്ലി അവൾ നല്ല പോലെ എന്നെ അവോയ്ഡ് ആക്കി. കോൾ വരാറേ ഇല്ല, മെസ്സേജ് കാണൂല, വിളിച്ചാൽ എടുക്കൂല, പുറത്താണ്, ഫ്രണ്ട്സ്, കോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ മാറ്റി നിർത്തി. ഒരു ഡേ അവൾ വന്ന് പറഞ്ഞു എന്നോടുള്ള ഇഷ്ടമൊക്കെ ഞാൻ വഴക്കിട്ടത് കൊണ്ട് പോയി എന്നൊക്കെ. ആക്ച്വലി ആ വഴക്കുണ്ടാക്കാനുള്ള റീസൺ അവൾ അവോയ്ഡ് ആക്കിയതാണ്. എന്നിട്ട് ഞാൻ അവളെ വിടാണ്ട് കൂടെ നിർത്തി സംസാരിക്കാൻ നോക്കി. ഞാൻ 1000 words പറയുമ്പോൾ അവൾ ഒരു 2 words പറയും. എനിക്ക് നല്ല പോലെ അവളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് വേറെ ഒരാളോട് ഇഷ്ടമായി, 2 days ആയിട്ട് റിലേഷൻ ആണെന്നൊക്കെ. ശരിക്കും എൻ്റെ നെഞ്ചിലൊരു കത്തി കൊണ്ട് കുത്തിയ പോലെ ഉണ്ടായിരുന്നു. അവർ ഡേറ്റ് ചെയ്ത് ഇതിനൊക്കെ കാരണം ഞാനാണ്, പെട്ടെന്നുണ്ടായതല്ല റിലേഷൻ എന്നൊക്കെ. ആക്ച്വലി ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് 1 week ആയതേ ഉള്ളൂ. അവർ ഡേറ്റ് ചെയ്ത് ഇതിനൊക്കെ കാരണം ഞാനാണ്, പെട്ടെന്നുണ്ടായതല്ല റിലേഷൻ എന്നൊക്കെ. ആക്ച്വലി ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് 1 week ആയതേ ഉള്ളൂ. ഞാൻ കോൾ ചെയ്യുമ്പോൾ എടുക്കാണ്ട് പോയി ആ ചെക്കനോട് മിണ്ടി. ഫസ്റ്റ് ഞാൻ കൊടുത്ത പോലെ ആ ചെക്കനും ഷോൾഡർ കൊടുത്ത് കാണും. ഞാനൊരു 150 ടൈംസിന് മേലെ കോളാക്കും, അവൾ എടുക്കൂല. ഈ ടൈമിലൊക്കെ അവൾ ബിസി ആയിരുന്നു. 2 days കൊണ്ട് അവൾ എൻ്റെ ഇഷ്ടം മറന്നു, വേറെ ഒരാളോട് ഇഷ്ടം തോന്നി. എല്ലാം വളരെ പെട്ടെന്ന്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. എനിക്ക് അവളില്ലാണ്ട് പറ്റാണ്ടുള്ള സിറ്റുവേഷനായി. ഞാൻ ചെന്ന് അവളോട് നാണം കെട്ട് പറഞ്ഞു. ഒരാളുടെ മുന്നിലും കരയാത്ത ഞാൻ അവളുടെ മുന്നിൽ കരയേണ്ടി വന്നു മെനി ടൈംസ്. എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്ക് വേറെ ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല. ഞാൻ എൻ്റെ ഫുൾ ഇമ്പോർട്ടൻസ് അവൾക്കാണ് കൊടുത്തത്. ഇത്ര നാൾ പോയത് 24 hours അവളോട് നിന്നാലും എനിക്ക് ബോറടിക്കില്ല, എനിക്ക് മടുക്കൂല. അതുപോലെ ഇഷ്ടമായിരുന്നു എനിക്ക്. ഇപ്പോൾ അവൾ എൻ്റെ കൂടെ മിണ്ടാനേ വരാറില്ല. ഞാൻ കരഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വരും, മിണ്ടും, പിന്നെയും പഴയ പോലെ. അവൾക്ക് 1 year ആയിട്ട് ഞാൻ ചെയ്തതും നിന്നതും എല്ലാം മറന്നു. റീസൺ ഞാനാണെന്ന് അവൾ പറയുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവളുടെ ടൈം മാത്രമാണ് ചോദിച്ചത്. അവൾ ആ ടൈം വേറെ ഒരാൾക്ക് കൊടുത്തു. എന്നിട്ടും ബ്ലെയിം എനിക്ക്. എനിക്കൊന്നും സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോയെന്ന് ഡൗട്ട്. തീരെ പറ്റുന്നില്ല അവളില്ലാണ്ട്. അവൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നിനോടും താല്പര്യവുമില്ല. ഇപ്പോൾ വീട്ടിൽ പോലും വിളിക്കാണ്ടായി. ഉറക്കമില്ല, ഫുഡ് കഴിക്കാനെടുത്താൽ കഴിക്കാൻ പറ്റുന്നില്ല, മൂവി കാണാനെടുത്താൽ മൂഡില്ലാണ്ട് അപ്പോൾ തന്നെ നിർത്തും. അങ്ങനെ ഞാനിപ്പോൾ അല്ലാണ്ടായിരിക്കുന്നു. വിഷമം സഹിക്കാണ്ട് ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഒരുമിച്ച് കഴിച്ചിരുന്നു. ബട്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങിയത് പോലുമില്ല. ഇതെല്ലാം ഞാൻ അവളോട് പോയി പറയുന്നുണ്ട്, ബെഗ് ചെയ്തു പറഞ്ഞു. എന്നിട്ടും കുറച്ച് നേരം ഓക്കെ ആക്കും. അവൾ പിന്നെയും പോകും. എനിക്കറിയാം ഇത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ടാകുന്ന കാര്യമാണ്, കരഞ്ഞ് പിന്നെയും പുറകെ പോണത്. ബട്ട് എനിക്ക് അവളില്ലാണ്ട് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൾ പറയുന്നത് ഇതൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കോമൺ കാര്യമാണ്. ഡേറ്റിംഗ്, ഒരാളോട് ഇഷ്ടമുള്ളപ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ പോവുക, ഇതാണ് ന്യൂ ജൻ രീതി. ഐ ഡോണ്ട് നോ. ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് അവളെ എൻ്റെ ഒരു ഓൾഡ് ബുബു ആയിട്ട് വേണം. ഹെൽപ്പ് മീ. എന്തേലും ഒന്ന് പറഞ്ഞു തരൂ. ഞങ്ങളുടെ ഓൾഡ് കോൺവെർസേഷൻ നോക്കിയും അവൾ തന്ന പിക്ക് എല്ലാം നോക്കി ഫേക്ക് ഹാപ്പിനെസ് എനിക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഡേയ്സ് പോണത്. ശരിക്കും അവളില്ലാത്തത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇനി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ കാൽ പിടിച്ച് സോറി പറയാനും റെഡിയാണെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ അവൾക്ക് അനക്കമില്ല. ആക്ച്വലി അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്. ബട്ട് അവൾ അതൊക്കെ കുഴിച്ചിട്ടേക്കുന്നു. ആൻഡ് അതിൻ്റെ മേലെ അവളുടെ പുതിയ കാമുകനെ കെട്ടിവെച്ചേക്കുന്നു. അതാണ് പ്രോബ്ലം. എന്തേലും വഴിയുണ്ടോ എനിക്കിത് പറയാൻ പോലും? അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ശരിക്കും ഒറ്റപ്പെട്ടു പോയി. പ്ലീസ് റീഡ് ദിസ്. ഇത് കേൾക്കുമ്പോൾ എങ്കിലും അവൾക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കട്ടെ. അവൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഞാൻ നിർത്താം. വഴക്കിടാനേ ഇനി നോക്കൂല. ഒന്ന് വരാൻ പറയണേ ബുബുവിനോട്. എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? ബായ് പറഞ്ഞാൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നൊന്നും പറയില്ല. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളില്ലാണ്ട് ഒന്നിനും ഒരു മൂഡില്ല. ആൻഡ് യുവർ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രം ബിഗിനിങ് മുതൽ.
കാണാറുണ്ട്. വോയിസ് ആൻഡ് യുവർ എക്സ്പ്രഷൻസ് കിടുവാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. വലിയൊരു യൂട്യൂബർ ഫ്യൂച്ചറിലാവട്ടെ. താങ്ക്സ് ശിവ. താങ്ക് യു. ഓക്കെ, നൗ ലെറ്റ് മീ സ്പീക്ക്. എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കാം. തൻ്റെ ഭാഗത്ത് തെറ്റില്ലാതെ ആൾ പോയിട്ടുണ്ടെങ്കിൽ ഷീ ഡസൻറ്റ് ലവ് യു. അത് ആദ്യം മനസ്സിലാക്കണം. ഷീ ഡസൻറ്റ് ലവ് യു. പിന്നെ ഇയാൾ പറഞ്ഞു ഇയാളോടായിരുന്നു ഇഷ്ടം, പിന്നെ അത് കുഴിച്ചു മൂടിയിട്ട് വേറെ കാമുകനെ മേലെ കൊണ്ടുവച്ചേക്കാന്ന്. പക്ഷെ നോ, തന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആൾക്ക് പുതിയൊരു കാമുകനാവില്ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷീ വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉള്ള സമയത്ത് 2 days മുന്നേ ഒരു ആളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ഷീ നെവർ ലവ്ഡ് യു. അത് താങ്കൾ മനസ്സിലാക്കണം. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ ആളുടെ ബാക്കിൽ പോകരുത്. ഓക്കെ, ആളുടെ ബാക്കിൽ ഇനി പോയിന്ന് ഞാൻ അറിഞ്ഞാൽ ബായ് പറഞ്ഞാൽ പോട്ടെന്ന് വെക്കണമെന്ന് പറയല്ലേ പോലും. അത് തന്നെ പറയുള്ളൂ. ബായ് പറഞ്ഞാൽ പോട്ടെന്ന് വെക്കണം. അല്ല പിന്നെ മനസ്സിലാക്കാൻ പാടായിരിക്കും. ലൈക്ക് ഷീ നെവർ ലവ്ഡ് യു ഫ്രം ദ ബിഗിനിങ്. ഷീ വാസ് യൂസിങ് യു. Okay. അല്ലെങ്കിൽ ഷീ കുഡ് നെവർ ലവ് അനദർ ബോയ് വൈൽ ഷീ ഈസ് ഇൻ എ റിലേഷൻഷിപ്പ്. ആൾക്ക് ഒരിക്കലും പറ്റില്ല. റിലേഷൻഷിപ്പിലുള്ള സമയത്ത് വേറെ ഒരാളെ നോക്കാൻ ആൾക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇഫ് ഷീ ലവ്ഡ് യു ബട്ട് ഷീ നെവർ ഈവൻ ലവ്ഡ് യു ടു ബിഗിൻ വിത്ത്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ഓൺ. യു ഡിസേർവ് സംവൺ ബെറ്റർ. അത് തന്നെ സ്നേഹിക്കുന്ന ഒരു ഗേളായിരിക്കും. മേ ബി താൻ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ വേണ്ട, നിങ്ങളും 2 പേർക്കും ഒരേ സ്നേഹം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് തൻ്റെ സൈഡിലെ സ്റ്റോറി മാത്രമേ അറിയൂ. ഇയാളുടെ സൈഡിലെ സ്റ്റോറി മാത്രമേ എനിക്കറിയൂ. ആ കൊച്ചിൻ്റെ സൈഡിലെ സ്റ്റോറി എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ അധികം സ്റ്റോറി ഒന്നുമില്ല. ആ കൊച്ചു അവഗടാക്കിയാണ് വഴക്കിട്ടത്. ഈ വഴക്കിട്ട കാരണം കൊച്ചു വേണ്ടാന്ന് പറഞ്ഞു പോയി. അപ്പോൾ ദാറ്റ് മീൻസ് അടുത്ത സീക്രട്ട്. ഹായ് വാ, ഒരു ബിഗ് ഫാനാണ്. എനിക്ക് വയ്യ, നിങ്ങൾ നിർത്ത്. ആ ടൈമിൽ ആരും അറിയാതെ അവനും ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ഞാൻ പലവട്ടം ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാതെ സീക്രട്ട് വായിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ടോട്ടൽ മെയിൽ 3154 എൻക്വയറീസ് വരാൻ വേണ്ടി ഉണ്ടായതാണ്. പക്ഷെ അതിലൊക്കെ വരുന്ന സ്കാം, ഈ പറ്റിക്കുന്ന സ്കാം മെയിൽസാണ് എനിക്ക് വരാറുള്ളത്. പിന്നെ ഞാനത് ചെക്ക് ചെയ്ത് നിർത്തി. കാരണം എല്ലാം നോക്കുമ്പോൾ സ്കാമാണ്. അപ്പോൾ ഞാനത് നിർത്തി. എന്നിട്ട് ഇത് ഞാൻ സീക്രട്ടിന് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി 3154 അറ്റ്ലീസ്റ്റ് 3000 സീക്രട്ടാണ്. എത്ര വീഡിയോ ഉണ്ടാകാം. ഈഗോ ഓർ ചീറ്റിംഗ്. ടോക്സിക് ഇതെന്താ? ഹായ് വാ, മൈ നെയിം ഈസ് ഐ. ഓ മൈ ഗോഡ്. ഞാൻ ഇത് നല്ല സീക്രട്ടാണോ എന്ന് സ്കാൻ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വായിക്കാം. അല്ലെങ്കിൽ എൻ്റെ കണ്ണടിച്ചു. നിക്ക്, മൈക്ക് പണി തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരു മെയിലിൻ്റെ തുടക്കം വായിക്കാം. ആ കുട്ടിയുടെ സീക്രട്ട് എനിക്ക് പകുതി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സീക്രട്ടാണ് അതെങ്കിൽ എനിക്കൊന്നും കൂടെ അയക്കണം. ആദ്യത്തെ വരെ ഞാൻ വായിച്ചുതരാം. ഞാൻ 8th പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു ന്യൂ അഡ്മിഷൻ ബോയ് വന്നു. അവനൊരു ഹാൻസം ആയതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുറേ ഗേൾസിന് ക്രഷ് ഉണ്ടായിരുന്നു. ആ സീക്രട്ട്: